Hi guys, welcome back to another video from Pattaya, Thailand. ഇന്ന് കണ്ടു ഒരു പട്ടായക്കാരനമാരി ഉണ്ട് നീ. ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ അജണ്ടകളൊന്നുമില്ല. ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് ഡേ ഇൻ പട്ടായാണ്. സോ ഒന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ തായ്ലാൻഡിൽ കുറേ ഗാഡ്ജറ്റ്സ് നമുക്ക് ഒരു വേണ്ട മൈക്ക്, പിന്നെ ഗോപ്രോ, പിന്നെ ഹെൽമെറ്റ്, ഇങ്ങനത്തെ ഒരുപാട് സാധനത്തിനൊക്കെ വളരെ വിലക്കുറവാണ്. അപ്പോൾ നമ്മൾ എന്താക്കുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു വില അന്വേഷിക്കണം. അതിനുശേഷം എന്താണ് വില കുറച്ച് കിട്ടുകയാണെങ്കിൽ മേടിക്കണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. നമ്മളിപ്പോൾ ഉള്ളത് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അടുത്താണ് നമ്മുടെ താമസം. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ ഒരു വാഹനമുണ്ട്. ഒരു കൊട്ട ജീപ്പ് പോലത്തെ ഒരു വാഹനം. അതായത് ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ പുറകിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ 10 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സർക്കിളാണ്. ആ സർക്കിൾ മൊത്തം ഇങ്ങനെ കിടന്ന് കറങ്ങും. അപ്പോൾ നമുക്ക് അതിലൊന്ന് കയറാം. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് കയറാനെ കുറിച്ച് മുന്നോട്ട് വേണം. അപ്പോൾ ഞങ്ങളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ മസാജ് സെൻറ്റേഴ്സാണ്. അതുകൊണ്ട് നമ്മൾ അധികം വിഷ്വൽസ് എടുക്കുന്നില്ല. ബാക്കി നമ്മൾ ഫോണിൽ കയറാം. ടെർമിനൽ 21. ഓക്കെ. സോ ഗൈസ്, ഓക്കേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. ഇതുപോലത്തെ ഒരു വണ്ടിയാണ്. അതായത് ഒരു കൊട്ട ജീപ്പ്. ഈ കൊട്ട ജീപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അതാ മുന്നിൽ കണ്ട അതേ സാധനമാണ് ഇതും. ഇതുപോലത്തെ ഒരു ജീപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെല്ലടിച്ചാൽ മതി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ. നീ ഇപ്പുറത്ത് നിർത്തിക്കോ. അപ്പോൾ ഓരൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പം ഇവിടെ മൊത്തം ഇന്ത്യക്കാരൻ ഇതിൽ കയറാനുള്ളൂ. പുറത്തുനിന്ന് ആരൊന്നുമില്ല. നമ്മളെങ്ങനെ എങ്ങനെയുണ്ട്? ചായപ്പൊന്നും തുണിയൊന്നും ഇല്ലാണ്ട് നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനൽ 21 എന്ന് പറഞ്ഞ ഒരു മാളുണ്ട് ഇവിടെ. അങ്ങോട്ടേക്കാണ് പോണത്. അതിൻ്റെ മുന്നിലൊരു ഫ്ലൈറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പേളാണോ പീകളാണോന്നറിയില്ല. ഇവിടുത്തെ തായ്ലാൻഡ് ഫുഡ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അവിടെ പോയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ കയറുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തായ്ലാൻഡിൽ പട്ടായ എന്ന് പറയുന്ന ഈ ഒരു ടൗൺ മൊത്തം ചുറ്റി കാണാം. ചുറ്റി ഇറങ്ങി അടിച്ച് ഇങ്ങനെ കാണാം. പ്രത്യേകിച്ചൊരു വണ്ടിയോ വേറെ ഒന്നും വേണ്ട. ഇതുപോലത്തെ ഒരു വണ്ടി എടുക്കുക, കയറുക, 10 ബാത്ത് കൊടുക്കുക, ഇങ്ങനെ കറങ്ങുക. സുഖസുന്ദരം. ഈ ഒരു സർക്കിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ സർക്കിളാണ് തോന്നുന്നത്. ഇങ്ങനെ കറങ്ങും വണ്ടികൾ. അപ്പം ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ഫുള്ള് കഫേഴ്സാണ്. കഫേഴ്സ്, മസാജ് സെൻറ്റേഴ്സ്, പിന്നെ ട്രാവൽസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലോക്കലായിട്ട് കറങ്ങാൻ പറ്റുന്ന അത്, പിന്നെ ബൈക്ക് റെൻറ്റിന് എടുക്കുന്ന ഷോപ്പുകൾ, പിന്നെ റെസ്റ്റോറൻറ്റ്. ഇതാണ് എല്ലായിടത്തും ഉള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറം ബീച്ചാണ് കേട്ടോ. ഫുള്ള് ബീച്ച്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് ബീച്ചാണ് കാണാൻ വേണ്ടി പറ്റുക. ഇതുണ്ടോ, ഇതൊക്കെ വൺ വേ ആണ്. ഇതിങ്ങനെ ആൾക്കാരിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങും. നല്ല രസമാണ്. ഇത് ഒരു എന്തായാലും സിസ്റ്റമാറ്റിക് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ കറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് വേറെ റോഡുണ്ട്. അത് 2 വേ ആണ്. അപ്പോൾ എല്ലാവർക്കും അതിലിങ്ങനെ അങ്ങനെയും കറങ്ങാം. ഇതൊക്കെ ഉണ്ടോ, പബ്ബ്, കാര്യങ്ങൾ, ബാറ് എല്ലാം. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് പട്ടായ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ്. സോ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഇറങ്ങി. നമുക്കിനി എത്രടാ? നമുക്കിനി 1 കിലോമീറ്റർ കൂടി ഓടാനുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ബെല്ലടിച്ചാൽ മതി. ഈ ബെല്ലടിച്ചാൽ വണ്ടി നിർത്തും. അങ്ങനെയാണ്. പക്ഷെ നല്ല രസമല്ലേ ഈ ഒരു കോൺസെപ്റ്റ്? കൊള്ളാം. വലിയ പൈസയില്ല, ഒരു കറങ്ങലും ആവും. പക്ഷേ പറയാലോ ഗൈസ്, നമ്മളെ നാട്ടുകാരെ തന്നെ കുറ്റം പറയുന്നത് ശരിയല്ല. പക്ഷേ കയറിയൊരു അലമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്ന ഒച്ചപ്പാടും ബഹളവും. റോട്ടിൽ കൂടെ പോകുന്നവരെയും എന്തൊക്കെയോ കളിച്ചു കൂട്ടുന്നെ. നമ്മൾ സൈലന്റ്. ഞാൻ ബ്ലോഗ് ചെയ്യുന്നത് പോലും ഇങ്ങനെ പതുക്കെയാണ്. ഇവർ എന്ത് സൗണ്ടാണ്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ താമസിച്ച് അവിടെ എവിടെയോ ആയിരുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം. മാപ്പ് നോക്കേ, നമുക്ക് ഇറങ്ങാനുള്ളത്. പുള്ളി കുറച്ചുകൂടി പോകേണ്ടിയിരുന്നു. അതടാ, അതന്നെ 20 30 ബാത്ത്. എടാ 10 രൂപ കൂടി വേണം.
സംഭവം 10 ഉള്ളൂ, ഇപ്പോൾ ഒരു 15 ആക്കിയത് 20 ആ ഓക്കെ 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 താങ്ക് യു. കപ്പങ്കായം അവിടെ. സോ ഗൈസ്, ടെർമിനൽ 21 വലിയ ദൂരമൊന്നുമില്ല. നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോയാൽ മതി. അയ്യോ കൂൾ ഏരിയ. ഞാൻ കഴിഞ്ഞ വട്ടം അവിടെയാണ് താമസിച്ചത്, തൊട്ടടുത്ത്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. കണ്ടോ ആൾക്കാർ നമ്മളെ എങ്ങനെ വിളിക്കും, പക്ഷെ നമ്മൾ പോരും. നമ്മൾ നേരെ നോക്കി നടക്കുക, അവർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാണ് ഗൈസ്. അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കോമണാണ്, നിങ്ങൾ ബോധേടാവേണ്ട കാര്യമില്ല. നമ്മൾ എത്തിയിരിക്കുകയാണ് ടെർമിനൽ 21 പട്ടായ. ഇത് ഒരു എയർപോർട്ട് പോലെയാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഗേറ്റ് നമ്പർ 1, അതായത് നമ്മൾ എൻട്രൻസ് നമ്പർ 1 പകരം ഗേറ്റ് നമ്പർ 1, ഗേറ്റ് നമ്പർ 2, ഗേറ്റ് നമ്പർ 3 അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എയർപോർട്ടിന് മണി എക്സ്ചേഞ്ച് ചെയ്ത് ബാക്കി ഇനി എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല എക്സ്ചേഞ്ച് TT കറൻസി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവരാണ് കേട്ടോ. അപ്പം ഏറ്റവും നല്ലത് അവരാണ്. അപ്പോൾ അവരുടെ തന്നെ കയറുക. നല്ലൊരു വിമാനം, ബോയിങ് ആണോ ഏതാണെന്നറിയില്ല, അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണുന്നില്ലേ നിങ്ങൾ? അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. എന്നിട്ട് അവിടുന്ന് നേരെ എൻട്രൻസ് കയറുക. ഇതിൻ്റെ ഫുഡ് കോർട്ടിലാണ് നമ്മൾക്ക് പോകാനുള്ളത്. ഒന്ന് ഫുഡ് കഴിക്കാനുള്ള ഏരിയ. തായ് ഫുഡ് മാത്രമാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഒരു രാജ്യത്ത് വന്നിട്ട് ആ രാജ്യത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക. വേറെ രാജ്യത്തിൻ്റെ ഫുഡൊന്നും കഴിക്കാതെ ഈ രാജ്യത്തിൻ്റെ കൂടി 4-5 ദിവസമുള്ളൂ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ വന്നിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അപ്പോൾ എടുക്കുന്നത്. അത് ശരിയുള്ള കേസല്ല. അപ്പോൾ നമുക്കിതിൻ്റെ മേലോട്ട് കയറാം കേട്ടോ. മേലോട്ട് കയറുകയാണ്. വലിയൊരു എസ്കലേറ്റർ കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മേലെത്തുമ്പം അറൈവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ട് ഭയങ്കര രസവും ഗൈസ്. കറക്റ്റ് ഒരു ടെർമിനൽ ലുക്ക് ഒരു മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ചെയ്യാൻ. അതൊക്കെ ലഗേജ് മൊത്തം സെറ്റ് ചെയ്ത് ക്യൂട്ട്. ഇത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരുമ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ഇവിടുത്തെ ഈ ചൂടൊന്ന് മാറി കിട്ടാനും ഫുഡ് എക്സ്പ്ലോറിങ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. ചെറുതായിട്ട് പർച്ചേസിങ്ങിനും എല്ലാത്തിനും പറ്റും. നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. കിടിലൻ ഗൈസ്, അത് നല്ല രസമുണ്ടല്ലേടാ. അതൊരു ഫാമിലി ആയിട്ട് വരുമ്പം ഈ ചൂടത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ. അതെ, ഈ ഉച്ച സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാം. യെസ്, ഇല്ലേ റൂമിലിരിക്കുക. അല്ലാതെ ബീച്ചിൽ പോയിട്ട് കരിഞ്ഞു പോവും. അറൈവൽ അറ്റ് ടോക്കിയോ. ഇറ്റലി ടോക്കിയോ ഒക്കെ ഉണ്ട്. ഇന്ത്യേൻ്റെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം. കാരണം അത്രത്തോളം ഇന്ത്യക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യക്കാർക്ക് എത്രത്തോളം ഇത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അറിയണം. പ്രിവിലേജ്, നമുക്ക് വല്ല പ്രിവിലേജ് ഉണ്ടാവും ഇവിടെ? എന്തോ നീ പറയുന്നത്? ഇന്ത്യക്കാരുടെ കയ്യിൽ വെച്ചിട്ടുണ്ടാവില്ല. ഇല്ല, സാൻ ഫ്രാൻസിസ്കോ ടോക്കിയോ 2 എന്നുള്ളത്. ഇന്ന് എനിക്കൊന്നൊരു ജപ്പാൻകാരൻ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ തപ്പി കണ്ടുപിടിക്കണം നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്നുള്ളത്. ഈ ഫുഡ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഇതാ പിയർ 21. ഞാൻ പേള് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ഷോപ്പിൻ്റെ പേര് കറക്റ്റ് കിട്ടിയത്. പിയർ 21 എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് നമ്മൾ നോക്കിയേ വേണ്ട. KFC ഉണ്ട്, അത് നമ്മൾ നോക്കണ്ട. നേരെ നമ്മൾ പിയർ 21 പോകണം. അവിടുത്തെ ഒരു സ്റ്റൈൽ ഞാനൊരു വേറൊരു വ്ളോഗിൽ കണ്ടതാണ്. സ്റ്റൈലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പൈസ അടിച്ചിട്ട് ഒരു കാർഡ് കിട്ടും. ആ കാർഡ് വെച്ചിട്ട് വേണം ബാക്കിയുള്ള പിന്നെ ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കാൻ. അപ്പം അതിൻ്റെ ബോർഡ് എല്ലായിടത്തും പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ റഷുള്ള ഏരിയ പിയർ 21 ആണ്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. നമ്മളിവിടെ വന്നവിടെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കാർഡ് കാണിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഫുഡ് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് കാർഡ് എടുക്കണം. അപ്പം ഓൻ പോയി കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാർഡിൽ ഇത്ര രൂപ ഇടാം, ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള കാർഡ് കിട്ടും. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കഴിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും ആ കാർഡ് ഇങ്ങനെ റീചാർജ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു നേരത്തും കഴിക്കാൻ വേണ്ടി വന്നാൽ നമുക്ക് കഴിച്ചു നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ പിന്നീട് വീണ്ടും കഴിക്കാം. ഇതെന്താ പ്രശ്നം അറിയാം, ഈ കാർഡിലിട്ട പൈസ പിന്നെ നമുക്ക് റിട്ടേൺ കിട്ടില്ല. എന്തായി, കാർഡ് കിട്ടിയോ? എത്ര രൂപ? 200 പോത്തിന്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ കാർഡ് വെച്ചിട്ട് വേണം പോകും. ഇതൊക്കെ ഫുഡ് കോർട്ടാട്ടോ. ഓരോ ഫുഡ് കോർട്ടിലും പലതരം ഫുഡുകളാണ്. ഇതാ എന്തുവാ ആദ്യം ബിരിയാണി പറയാ? ഇല്ല, നീ ഒരു സ്പോട്ട് കണ്ടുപിടിക്കുമോ? ഞാൻ പറയാം.
ഏതെങ്കിലും ഒന്ന് ചെയ്യാം. നമ്മളിവിടെ നമ്പർ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമ്മളൊരു 15ഉം 11 പറയാൻ പോണേ. ഒരു ആണോ? ഓക്കെ, 2 ചിക്കൻ ബിരിയാണി വിത്ത് ബീഫ് കറി പറയാം. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തായ്ലാൻഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് ഇതിന് പേര് ചിക്കൻ ബിരിയാണി വിത്ത് സ്പൈസി ചിക്കൻ എന്നാണ്. അപ്പം നമ്മൾ നാട്ടിലത്തെ ബിരിയാണിയും ഇവിടുത്തെ ബിരിയാണി എന്തൊക്കെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ചോറ് ചോറിന് നല്ല ബിരിയാണി ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയിലിട്ടിട്ട് തന്നിരിക്കുകയാണ്. റേറ്റ് കുറവാണ്. 150 രൂപക്ക് സാധനം കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബനാന വിത്ത് സ്ട്രോബെറി ഷേക്ക്. ഇതെങ്ങനെ ഈ കളർ വന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ എല്ലാ ഫുഡും ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടൈം എടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് കഴിക്കാം. ഇതാ ഫുള്ള് വലിയൊരു ഏരിയ. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് കാണാം. സോ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുതിയ ഒരു മാളിലോട്ട് വന്നിരിക്കുന്നത് സെൻട്രൽ പട്ടായ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് പുതിയ DJ മൈക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, മൈക്ക് നോക്കണം. ഇവിടെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഒന്ന് കയറി നോക്കാം, ഇല്ലയോ? പിന്നെ ഒരു മെറ്റാ പറയുന്നുണ്ട്, കയറുമ്പോൾ അറിയാം. വന്നിരിക്കുന്നത് DJൻ്റെ സ്റ്റോറിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഒഫീഷ്യൽ സ്റ്റോർ, DJന് മാത്രമുള്ള ഒരു ഒഫീഷ്യൽ സ്റ്റോറിലോട്ട് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഇത് ചൈനീസ് കമ്പനിയാണ്, പക്ഷേ ഗോപ്രോനെ വിളിച്ച് തുടങ്ങിയാണ് DJ. ആക്ഷൻ 5 മുതലാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കിഡിലൻ സാധനമാണ് ആക്ഷൻ 5ഉം കാര്യങ്ങളൊക്കെ. ഏറ്റവും പുതിയത് ആക്ഷൻ 6 ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിവിടെ വരുന്നത് 16,190. ഭയങ്കര ഡിഫറൻസാണ്. ഈ സെയിം മൈക്ക് ഞാനിപ്പോൾ എടുത്തത് DJ മൈക്ക് മിനി 2. ഇന്ത്യയിൽ ഇതിന് 16,000 രൂപയാണ്, ഇവിടെ ഇതിന് 8,000. അത്രയും വ്യത്യാസമുണ്ട് ഗൈസ്, ഭയങ്കര വ്യത്യാസമാണ്. 3,100 വരുന്നുള്ളൂ. അത്രയും ഡിഫറൻസ് വരുന്നുണ്ട് ഇന്ത്യയിലും ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മേടിച്ചു. നല്ല ഷോറൂം. നമ്മളെ ബില്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ വാറ്റ് റിട്ടേൺ കിട്ടുന്ന ഓപ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മളെ കനായി. ഇതാണ് കേട്ടോ സാധനം. ഇല്ലടാ, 3,100 എന്ന് പറഞ്ഞാൽ എത്ര രൂപ ഇന്ത്യൻ പൈസ കുട്ടികൾക്ക്? 3,100 ഇൻറ്റു 2.9 9,000 രൂപ. നാട്ടിൽ 16,000 രൂപ. അമ്മാതിരി വ്യത്യാസം. ഇൻ ഇന്ത്യ $200. യെസ്, കാർഡ് ഓക്കെ. നമ്മളെ പുള്ളി നമുക്ക് വേണ്ടിയിട്ട് അൺബോക്സ് ചെയ്യും. നമ്മളിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. ഇനി മുതൽ ഞാൻ മൈക്ക് വെച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ നല്ല ക്ലാരിറ്റി. വലിയൊരു പെട്ടിയല്ലേ. പല കളറിലുള്ള സാധനമാണ് ഇത്. നമുക്ക് ഇതിന് ടാഗില്ലേ, നമുക്ക് പല കളറിലെടുക്കാം. പെൺകുട്ടിയൊക്കെ പറ്റിയ എല്ലാ കളറും ഉണ്ട് ഇതിൽ. ഇതാണ് നമ്മളെ മൈക്ക് കേട്ടോ. ഇത് മാഗ്നറ്റ് ഇവിടെ ഇങ്ങനെ പിടിപ്പിക്കാം. ഓക്കെ, എക്സ്ട്രാ 2 ബ്ലാക്ക് കളർ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ ബ്ലാക്ക് 2 എണ്ണം സെറ്റ്. നമുക്കിനി
മൈക്ക് കണക്ട് ചെയ്തിട്ട് എൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ കേൾപ്പിച്ചത്. ഇപ്പം നീ പുറകോട്ട് പോകും ഓരോ വട്ടം എൻ്റെ സൗണ്ട് കുറഞ്ഞ് വരുന്നുണ്ടാവും. ഓക്കെ, സോ ഗൈസ്, ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇനി മുതൽ സംസാരിക്കാം. മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മൈക്ക് നമ്പർ 1. അപ്പോൾ ഞാൻ മൈക്ക് നമ്പർ 2, 2 മൈക്കും നമ്മളെടുത്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നല്ല വിശാലമായിട്ട്. ഓൻ എത്ര ദൂരത്താണുള്ളത് അറിയോ? അവിടുന്ന് ഇത്രയും ദൂരത്തൊക്കെ സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ DJൻ്റെ സ്റ്റോറിലുണ്ട്. ഹാപ്പിയായി, വളരെയധികം സന്തോഷം. ഇനി ഒരെണ്ണം അബിക്കും ഒരെണ്ണം എനിക്കും. അബിയെ ഇനി മുതൽ അബി ദൂരത്തുനിന്ന് സംസാരിച്ചാൽ കേൾക്കില്ല, എടുത്ത് തന്നെ വന്ന് സംസാരിക്കണം. അബി എന്തെങ്കിലുമൊക്കെ പറയൂ. ഹലോ എങ്ങനെയുണ്ട്? നീ ഇവിടുന്ന് സംസാരിക്കും, ഞാൻ അവിടെ നിന്ന് സംസാരിക്കാം. എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, നോക്കട്ടെ. ഇനി തൊട്ട് അടിപൊളിയായിട്ട് കേൾക്കുമായിരിക്കും നമ്മുടെ ബ്ലോഗ്. അപ്പം രണ്ടുപേരും ഇപ്പോൾ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്തപ്പോഴും ഇത്രയും ദൂരം നല്ല അടിപൊളിയായിട്ട് കേൾക്കുന്നു. അല്ല, ഇതിപ്പോൾ 2 ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ സംസാരിച്ചാൽ മതി. ഓക്കെ, നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്നൊന്ന് ചെക്ക് ചെയ്യാം. കോൺഫിഡൻസോട് കൂടി ഇനി എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. നമുക്ക് നല്ല സൗണ്ട് ഉണ്ട്. വണ്ടികൾ എത്ര വേണേ റോഡിൽ കൂടെ പോയിക്കോട്ടെ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. കാരണം നമുക്ക് മൈക്ക് വന്നിരിക്കുന്നു ഗൈസ്, മൈക്ക് വന്നിരിക്കുന്നു. 1ഉം 2ഉം അല്ല, 1000 കൊടുത്താണ് ഞാൻ മൈക്ക് മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു അഹങ്കാരം എനിക്ക് കാണിക്കാമല്ലോ. അപ്പോൾ നമുക്ക് നേരെ ബീച്ചിൻ്റെ സൈഡിലേക്ക് നടക്കാം. എന്നിട്ട് ബീച്ചിലൂടെ ഒരു റൈഡ് നടത്താം അല്ലേ? അതെ, റോഡ് ക്രോസ് ചെയ്യണം അല്ലേ? നീ പറയുന്നത് കേൾക്കും. നീ എൻ്റെ തൊട്ടടുത്തല്ലേ നിൽക്കുന്നേ. ഇതൊക്കെ കേൾക്കും. അല്ലേ മാത്രം മൈക്ക് വെച്ചാൽ മതി. താങ്ക് യു. ഒന്നും വേണ്ട. അവിടെ ആൾക്കാരിങ്ങനെ, അതായത് ഈ ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട്. ആ ഇരിപ്പിടത്തിൽ നമുക്കിരിക്കാം, കരിക്ക് ഓർഡർ ചെയ്യാം. പുറത്ത് കരിക്കിന് 50 രൂപയാണെങ്കിൽ 100-150 കൊടുക്കണം. കാരണം നമുക്ക് ആ ഇത് കൂടി സ്പേസ് കൂടി കിട്ടും. ഈ നട്ടുച്ച വെയിലല്ല, ഇത് വൈകിട്ട് 4 മണി കഴിഞ്ഞു. എന്നിട്ട് നല്ല വെയിലാണ്. അപ്പം 5 മണിയായി. അപ്പോൾ നമുക്ക് ആ പൈസ അവിടെ സ്പെൻഡ് ചെയ്യാം. പിന്നെ ബീറുണ്ട്, കരിക്കുണ്ട്, പെപ്സി, കോള, പിന്നെന്തൊക്കെയാ, ജ്യൂസ്, അങ്ങനത്തെ പിന്നെ കുറേ വാട്ടർ സ്പോർട്ടുകൾ ചെയ്യാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് പട്ടായ ബീച്ച്. അതായത് പട്ടായക്ക് 3 സ്ഥലങ്ങളായിട്ടുള്ളത്. ഫസ്റ്റ് നോർത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്ന സെൻട്രൽ, അവിടെ സൗത്ത് പട്ടായയിലാണ് നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ് ഉള്ളത്. ഈ നോർത്ത് മുതൽ സൗത്ത് വരെ നമുക്കിങ്ങനെ നടക്കട്ടോ. ഏകദേശം 2-3 കിലോമീറ്ററാണ് ഈ ബീച്ച് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് നടക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതൊരു രസമാണ്. നല്ലൊരു വൈബ് അടിച്ച് നടക്കാം. ഇന്ന് എൻ്റെ കിളി എന്തോ പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലായാൽ വലിയൊരു കിട്ടലായിരിക്കും അല്ലേ? മൈക്ക് എന്താ അറിയില്ല, എന്തിൻ്റെ എക്സൈറ്റ്മെൻറ്റാണെന്ന് എനിക്കറിയില്ല. വെറുതെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും DJൻ്റെ കിഡിലിനൊരു കവറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. എടാ വേസ്റ്റ് ഇവിടെ കളഞ്ഞു. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, എങ്ങനെയുണ്ട് മൈക്ക് വെച്ചിട്ട്. മൈക്ക് ഇല്ലാതെയാണോ രസം, മൈക്ക് വെച്ചിട്ടാണോ രസം, ഏതാ നോക്കിയിട്ട് ഒന്ന് പറയുക. നമ്മൾ ഈ നട്ടുച്ച വെയിലത്ത് ഇവിടെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അതുകൊണ്ട് ഞങ്ങൾ റൂമിലോട്ട് തിരിച്ചു പോയിട്ട് കുറച്ചുകൂടി ഈവനിങ് ആയിട്ട് ഇറങ്ങാം. നട്ടുച്ച വെയിലല്ല, സമയം തയ്പ്പം 5:30 പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. അപ്പോൾ നമ്മളെന്താക്കി റൂമിലോട്ട് തിരിച്ചു പോയിട്ട് ഒരു 8-9 മണിയാകുമ്പം അല്ലെങ്കിൽ 8 മണിയാകുമ്പോൾ ഇറങ്ങാം. അപ്പം സുഖമാണ്. ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞ് ഇപ്പം ഉണ്ടാവില്ല. എല്ലാവരും ഇറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട്. ഇന്നലെ ഈ സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, ഒരു 5:30 ആയപ്പോൾ. എന്നിട്ട് രാത്രി വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അതേപോലെ തന്നെ ലേറ്റ് ആയിട്ട് വന്നിട്ട് എന്തൊക്കെയാണ് ആഘോഷങ്ങളുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓ, ഇന്നൊരു കിടിലൻ ദിവസമായിരുന്നു കേട്ടോ. ഫുള്ള് ക്ഷീണം, ഇന്ന് കുഴങ്ങി ഗൈസ്. അങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ വാങ്ങണേ ഗൈസ്. നിങ്ങൾ ഇവിടെ എന്തായാലും തായ്ലാൻഡ് വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിച്ചോളി. അതിൻ്റെ പൈസ കൂടി കയ്യിൽ കരുതിയിട്ട് വന്നാൽ മതി.
ഇല്ലേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായാൽ മതി. ലിമിറ്റ് ഉണ്ടെങ്കിൽ നോ സീൻ, ചുരണ്ടിയാൽ മതി. ലാഭം 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 ലാഭം. പബ്ബൊക്കെ നോക്കി എന്തോരം പബ്ബുകളാ മസാജ്. ഈ വണ്ടി ഇനിയിപ്പോൾ ഇതിലേ പോവാ. നമ്മളെ റൂമിൻ്റെ ലൊക്കേഷൻ ഇട്ടേ, എന്നിട്ട് ആ വണ്ടി അതിലാണോ പോണേന്ന് നോക്കി നോക്ക്. നമുക്ക് അതിനനുസരിച്ച് പോവാമല്ലോ. വാക്കിംഗ് സ്ട്രീറ്റ് പകൽ ഇങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നത്. പകലൊന്നുമില്ല, സാധാ ഒരു സ്ഥലം. കുറച്ച് അപ്പുറത്തും പൂട്ടി കിടക്കുന്ന ബാറ്, പബ്ബ്, മസാജ് സെൻറ്റർ, അങ്ങനെയാണ് അപ്പുറത്തൊക്കെ. നോക്കിയേ, ശാന്ത സുന്ദരമായിട്ടുള്ള വണ്ടിയൊക്കെ പോകാറുള്ള. ആ പിന്നെ ഇപ്പോൾ ആ വണ്ടിയൊക്കെ വിടുന്നുണ്ട്. രാത്രിയൊക്കെ കഴിഞ്ഞാൽ വണ്ടിയും ഒന്നും വിടില്ല. താങ്ക് യു നോ. ഫോണ് അല്ല വാച്ചില്ലേ, ഡിസ്കൗണ്ട് ഉടായ്പ ഫേക്ക് വാച്ചും കൊണ്ട് നടക്കുക അമ്മമാർ. എന്നിട്ട് കഴിക്കുക, ഹലോ വരുന്നോ വേണോ. നമ്മളിന്ന് കവർ പിടിച്ചെടുക്കുമ്പോൾ എല്ലാവരും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയൊക്കെയോ മേടിച്ച് നടക്കുകയാണ്. നല്ല പൈസക്കാരാ, ഇവരെ നമുക്ക് പറ്റിക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ അറിയില്ലല്ലോ ഇവരൊന്നും ഒരു സാധനം മേടിക്കത്തില്ല എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ നേരെ നടക്കുക. നേരെ നടന്ന് അവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റൂമിലോട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും. സോ കട്ട് ചെയ്യുന്നിടത്തുനിന്ന് പറഞ്ഞാൽ ബോസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉള്ളോട്ട് റോഡാണ്. അത് നേരെ പോയാൽ നമ്മളെ റൂമിലെത്തും. ഏറ്റവും നല്ലൊരു ഗുണം ചെയ്ത് എന്താ അറിയോ, നമ്മളിവിടെ റൂം എടുത്തത്. കാരണം നമുക്ക് കൂടുതൽ എന്താക്കണ്ട, നടന്ന് കഷ്ടപ്പെടണ്ട. ചിലവരെന്താക്കുക അറിയോ, റൂമിൻ്റെ പൈസ ലാഭിക്കാൻ ഇതേപോലെ മെയിൻ ടൗണിൽ നിന്ന് മാറി ഉള്ളോട്ട് കയറിയെടുക്കും. എന്നിട്ട് അവിടുന്ന് ടാക്സി പിടിച്ച് വന്ന് ടൈമും കളയും പൈസയും കളയും. നമ്മളെപ്പോഴും അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ റൂം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്.